ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വിയറ്റ്നാമിലെ ഹൊയ്യാനടുത്ത് ചെറിയൊരു ഹിന്ദു കിങ്ഡം ഉണ്ടായിരുന്നതായി നിങ്ങൾക്ക് അറിയാമോ? മിക്കവാറും പേർക്കും അറിയില്ലായിരിക്കും അല്ലേ? എന്നാൽ 4-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ഹൊയ്യാനടുത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു ഹിന്ദു കിങ്ഡമാണ് ചമ്പ കിങ്ഡം. ഇപ്പോൾ മൈസോൺ സാങ്ച്വറി എന്ന പേരിൽ അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇന്ന് ഞാൻ അവിടത്തേക്കാണ് പോകുന്നത്. വിയറ്റ്നാമിലെ ഒരു നഗരമായ ദാനാങ്ങിൽ നിന്നും 43 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടത്തേക്ക്. ഏറ്റവും അടുത്ത ട്രെയിൻ സ്റ്റേഷനും എയർപോർട്ടും എല്ലാം ദാനാങ്ങാണ്. ഇന്നലെ രാത്രി ദാനാങ്ങിൽ എത്തി, അവിടെ താമസിച്ച് ഇന്ന് രാവിലെ അവിടുന്ന് സ്കൂട്ടർ റെന്റിനെടുത്താണ് ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ മൈസോൺ സാങ്ച്വറി കാണാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബിൽഡിംഗ് ആണിത്. മൈസോൺ സാങ്ച്വറിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. എൻട്രൻസ് കടന്നയുടനെ തന്നെ ഇവിടെ നിന്ന് കണ്ടെടുത്ത പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ചമ്പ മ്യൂസിയമാണ്. മ്യൂസിയത്തിൽ തിരിച്ചു വരുമ്പോൾ കയറാം. ഇന്ത്യ വിയറ്റ്നാം പാർട്ട്ണർഷിപ്പ്. ഈ പാലം കടന്നാൽ ക്ഷേത്രങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ അടുത്തെത്തും. ഇലക്ട്രിക് വാഹനയാത്ര സൗജന്യമാണ്. എൻട്രൻസിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രങ്ങളിലേക്ക്. വിയറ്റ്നാമിൽ പണ്ടൊരു ഹിന്ദു രാജവംശം ഉണ്ടായിരുന്നുവെന്ന് കേട്ടപ്പോൾ ആദ്യം ആശ്ചര്യമാണ് തോന്നിയത്. പിന്നീട് വിയറ്റ്നാം യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ആ സ്ഥലവും കൂടി ഉൾപ്പെടുത്തി. ആദ്യം തന്നെ എത്തിയത് ഗ്രൂപ്പ് എഫിലാണ്. ഏതാണ്ട് തകർന്ന ഒരേയൊരു ക്ഷേത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. ABCDEFGH എന്നിങ്ങനെ 8 ഗ്രൂപ്പുകളിലായി 71 ഗോപുര ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അതിൽ പലതും നശിച്ച നിലയിലാണ്. 8-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലുമായി പണിത ഗ്രൂപ്പ് ഇയും എഫും അടുത്തടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. US എയർഫോഴ്സിന്റെ ബോംബിങ്ങിലാണ് E4 ക്ഷേത്രം തകർന്നത്. അതിന് തൊട്ടടുത്തായി ബോംബിങ്ങിൽ രൂപപ്പെട്ട കുഴികളും കാണാം. ഇരുപതാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റുകൾ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചതു മുതൽ തന്നെ ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചു പോരുന്നു. പ്രസാദ് ധർമ്മ രാജാവാണ് AD 657 ഈ ശിലാലേഖനം സ്ഥാപിച്ചത്. ഇത് രണ്ടും ലൈബ്രറി ഹൗസുകളായിരുന്നു. ഇതിനകത്ത് കൂരിരുട്ടാണ്. ഇത് 14-ാം നൂറ്റാണ്ടിൽ പണിത ഗ്രൂപ്പ് ജിയിലെ ക്ഷേത്രങ്ങളാണ്. സെൻട്രൽ വിയറ്റ്നാമിലെ ഗ്വാംനാം പ്രവിശ്യയിലെ ചാം ക്ലാൻസിനെ യൂണിഫൈ ചെയ്ത് 192 AD ചമ്പാപുര എന്ന പേരിൽ ഒരു കൊച്ചു രാജ്യം ഉടലെടുത്തു. ഹിന്ദു മതത്തിലെ പ്രധാന ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഈ രാജഭരണകാലത്ത് 4-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലായിട്ടാണ് ഗോപുരങ്ങളോട് കൂടിയ ക്ഷേത്ര സമുച്ചയങ്ങൾ പണികഴിപ്പിച്ചത്. ശംഭുവർമ്മൻ രാജാവിന് വേണ്ടി 7-ാം നൂറ്റാണ്ടിൽ പണിതീർത്ത മഹാക്ഷേത്രം ഉണ്ടായിരുന്ന ഗ്രൂപ്പ് എയിൽ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാം യുദ്ധത്തിലാണ് ഗ്രൂപ്പ് എയിലെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടത്. 2-ാം ലോക മഹായുദ്ധത്തിലും 1ഉം 2ഉം ഇന്തോ ചൈന യുദ്ധങ്ങളിലും ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടു. വിയറ്റ്നാം യൂണിഫിക്കേഷന് ശേഷം തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ പഴമ ചോരാതെയുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടാതെ അവശേഷിച്ചിരിക്കുന്ന മൈനുകളും ബോംബുകളും പുതുതായി കണ്ടെത്തിയ പ്രദേശങ്ങളുടെ പുരാവസ്തു ഗവേഷണങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഗ്രൂപ്പ് എയിൽ നിന്ന് നടന്ന് ഗ്രൂപ്പ് BCDയിലെത്തി.
തൊട്ടടുത്തായാണ് ഈ 3 ഗ്രൂപ്പുകളും. 10ാം നൂറ്റാണ്ടിൽ പണിതതാണ് ഇവിടെയുള്ള പല ക്ഷേത്രങ്ങളും. ഇഷ്ടിക കല്ലുകളും കൽത്തൂണുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഹിന്ദു പുരാണങ്ങളിലെ രംഗങ്ങൾ ചിത്രീകരിച്ച സാൻഡ്സ്റ്റോൺ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിനകത്ത് കുറച്ച് ശില്പങ്ങൾ അധികം കേടുപാടുകളൊന്നുമില്ലാതെ സംരക്ഷിച്ചു പോരുന്നു. വിയറ്റ്നാം യുദ്ധകാലത്ത് ഇവിടെ പതിച്ച ബോംബുകളുടെ ഭാഗങ്ങളാണിത്. ഇതാണ് മൈസൺ സാങ്ച്വറിയിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് BCD. ഈ ഭാഗത്താണ് കുറച്ചെങ്കിലും പ്രിസർവ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഏതാണ്ട് നശിച്ചുപോയി. ഇതും റൂയിൻ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ചില ക്ഷേത്രങ്ങളൊക്കെ കുഴപ്പമില്ലാതെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. AD 380 മുതൽ 413 വരെ ചമ്പാപുരം ഭരിച്ചിരുന്ന ഭദ്രവർമ്മൻ രാജാവാണ് ഇവിടെയുള്ള പ്രധാന ശിവക്ഷേത്രം പണിയിപ്പിച്ചത്. B5 അക്കാലത്തെ ഒരു സ്റ്റോർ ഹൗസ് ആയിരുന്നു. B4 ക്ഷേത്രത്തിന് പുറത്തുള്ള ഈ ശിവലിംഗം ഇവിടെ തകരാതെ അവശേഷിച്ചിരിക്കുന്ന അപൂർവ ശിവലിംഗങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിന്ന് കണ്ടെടുത്ത പുരാവസ്തുക്കളിൽ നിന്ന് നാഷണൽ ട്രഷറായി കണക്കാക്കുന്ന മുഖം ആലേഖനം ചെയ്തിരിക്കുന്ന ശിവലിംഗമായ മുഖലിംഗം നമ്മൾ നേരത്തെ കണ്ട മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 4ാം നൂറ്റാണ്ടിൽ മഹായാന ബുദ്ധിസം ചമ്പാപുരയിൽ എത്തിയെങ്കിലും ശൈവമതം രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി നിലകൊണ്ടു. ക്ഷേത്ര ഗോപുരങ്ങൾ ഹിന്ദു മതത്തിലെ മഹാമേരു പർവ്വതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെയും ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും കൂടുതൽ ക്ഷേത്രങ്ങളും ശിവഭഗവാന്റേതാണ്. ഗ്രൂപ്പ് സിയിലെ ഈ പ്രധാന ക്ഷേത്രം മാത്രമാണ് അധികം കേടുപാടുകളൊന്നുമില്ലാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് എച്ചിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ക്ഷേത്രങ്ങളുടെ തറ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിച്ചിരിക്കുന്നത്. അങ്ങനെ 8 ഗ്രൂപ്പുകളിലെയും ക്ഷേത്രാവശേഷിപ്പുകൾ കണ്ട് ചമ്പ മ്യൂസിയത്തിലേക്ക്. മ്യൂസിയത്തിന് മുൻപിൽ മൈസോൺ സാങ്ച്വറിയുടെ 3D മാപ്പ് കാണാം. വളരെ ചെറിയൊരു മ്യൂസിയമാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഖലിംഗം. ഇവിടെ നിന്ന് കണ്ടെടുത്ത ശിലാലേഖനങ്ങൾ, ശില്പങ്ങൾ, ആഭരണങ്ങൾ, മറ്റുപകരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചമ്പാപുര രാജഭരണകാലത്തെ ഏഷ്യയുടെ മാപ്പാണിത്. 7 മുതൽ 9 വരെയുള്ള നൂറ്റാണ്ടുകളിലെ സമുദ്ര വ്യാപാര പാതയാണ് മുകളിലെ മാപ്പിൽ. താഴെയുള്ള മാപ്പിൽ 10ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിലെ സമുദ്രപാതയും. അതിൽ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് തുറമുഖവും കൊല്ലം തുറമുഖവും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അങ്ങനെ എൻ്റെ മൈസോൺ സാങ്ച്വറി വിസിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ഹൊയ്യാനിലേക്ക്, ദാനാങ്ങിൽ നിന്നും ഹൊയ്യാനിൽ നിന്നും മൈസോൺ സാങ്ച്വറിയിലേക്ക് ഏകദേശം ഒരേ ദൂരമാണ്. അപ്പോൾ ഹൊയ്യാൻ ആൻഷ്യൻ ടൗണിലെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.